ജയശങ്കർ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജയശങ്കർ, എന്താണ് ഈ പോലീസിന്റെ ഈ നീക്കത്തെ, അന്വേഷണ സംഘത്തിന്റെ ഈ നീക്കത്തെ അങ്ങ് എങ്ങനെയാണ് വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത്? കാരണം സ്പീക്കർക്ക് മുൻപാകെ ഈ കേസിന്റെ തൽസ്ഥിതി വിവരങ്ങളൊക്കെ തന്നെ നൽകുകയാണ്. വളരെ തിടുക്കം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ടോ ശ്രീ ജയശങ്കർ? അല്ല, തീർച്ചയായിട്ടും ഇവിടെ ഉന്നയിക്കപ്പെട്ടുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ്. അത് തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്ന് വിശ്വസിക്കാൻ നമുക്ക് കാരണങ്ങളില്ല. അതിന്റെ ഒരു കാരണം, രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിനെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ ഇന്ന ദിവസം വരെ നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ ശബ്ദരേഖ നമ്മളൊക്കെ കേട്ടതാണ്. അതിൽ കേൾക്കുന്ന ശബ്ദം അദ്ദേഹത്തിന്റെ തന്നെയാണ്. അദ്ദേഹത്തിന് തന്നെയോ അക്കാര്യത്തിൽ തർക്കമോ അല്ലെങ്കിൽ അക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കൃത്രിമം നടന്നു എന്ന ആരോപണമോ ഇല്ല. അപ്പോൾ അത് യഥാർത്ഥത്തിലുള്ളതാണ് എന്ന് വിചാരിക്കണം. മാത്രവുമല്ല, പിന്നെ പരാതി രേഖാമൂലം പോലീസിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പോലീസിന് അന്വേഷിക്കുന്നതിലും പരിമിതി ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ പൊതുസമൂഹത്തിൽ ഇദ്ദേഹത്തെ കുറിച്ച് വലിയ സംശയവും അല്ലെങ്കിൽ വിവാദവും നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അദ്ദേഹം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് നമുക്ക് ആർക്കും ആക്ഷേപം പറയാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പെട്ടൊരു അംഗമാണ്. അദ്ദേഹം പ്രതികരിക്കുന്ന പാലക്കാട് മണ്ഡലത്തിലെ ആളുകളുടെ താല്പര്യങ്ങൾ, അവരുടെ ന്യായമായിട്ടുള്ള ആവലാതികളും ആശങ്കകളും ഒക്കെ നിയമസഭയിൽ ഉന്നയിക്കേണ്ട ജോലി അദ്ദേഹത്തിനാണ്, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ വിവാദ പുരുഷനായി നിൽക്കുന്ന ഒരു MLA കുറിച്ചുള്ള ഡീറ്റെയിൽസ് സ്പീക്കർക്ക് കൈമാറി. സാധാരണ മര്യാദയുടെ ഭാഗമായിട്ട് കണക്കാക്കിയാൽ മതിയല്ലോ. സ്പീക്കർക്ക് ഇദ്ദേഹത്തിന്റെ പേരിൽ ശിക്ഷാ നടപടി തീർക്കാൻ സാധിക്കില്ല ഈ ഘട്ടത്തിൽ, പ്രത്യേകിച്ച് കാരണം അദ്ദേഹം കുറ്റാരോപിതൻ പോലുമല്ല, കുറ്റാരോപിതനായിട്ടില്ല, കുറ്റം ചുമത്തപ്പെട്ടിട്ടില്ല, കുറ്റം തെളിഞ്ഞിട്ടില്ല, ശിക്ഷ കിട്ടിയിട്ടില്ല. അപ്പൊ ആ നിലയ്ക്ക് സ്പീക്കറുടെ ഓഫീസിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിവരം അറിയിച്ചാൽ നമുക്ക് ഭരണഘടനാപരമായിട്ട് വലിയ തെറ്റൊന്നും പറയാൻ പറ്റില്ല.